ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ആർ.എസ്. പ്രസന്നയുടെ സംവിധാനത്തിൽ അമീർ ഖാൻ പ്രധാന കഥാപാത്രമായിട്ട് വന്ന സിതാരെ സമീൻ പർ എന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അതുപോലെ അപ്പം ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ പടം ഇറങ്ങി 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഫിലിം കണ്ടിരുന്നു, പക്ഷേ വീഡിയോ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ഒരു 4-5 ദിവസം ഡിലേ ആയെങ്കിലും എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകും. സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ.എസ്. പ്രസന്നയാണ്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഡേവിഡ് മാർക്കസിൻ്റെയാണ്. ഇത് ആക്ച്വലി 2018 ഇറങ്ങിയ ഒരു സ്പാനിഷ് മൂവിയുണ്ട്, ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫിലിമിൻ്റെ ഒഫീഷ്യൽ റീമേക്കാണ് ഈ സിതാരെ സമീൻ പർ എന്ന് പറയുന്നത്. ആ ഒരു സിനിമയുടെ തന്നെ ഒരു ഇംഗ്ലീഷ് റീമേക്കും 2023 ചാമ്പ്യൻസ് എന്ന പേരിൽ തന്നെ 2023 ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതേ സെയിം സ്റ്റോറി, അതേ സീൻ ബൈ സീൻസ് അതുപോലെ റീമേക്ക് ചെയ്ത് വെച്ചേക്കുന്നൊരു ഫിലിമാണ് ഈ സിതാരെ സമീൻ പർ എന്ന് പറയുന്നത്. ഈ സിതാരെ സമീൻ പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് 2007 ഇറങ്ങിയ താരെ സമീൻ പർ എന്ന് പറയുന്ന സിനിമയാണ്. അതും ഇതുമായിട്ടൊരു ബന്ധമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ സക്സസ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സക്സസർ എന്നാണ് ഈ ഒരു ഫിലിമിനെ അറിയപ്പെടുന്നത്. അങ്ങനെ പറയാനാണ് ഇവർക്ക് താല്പര്യം. കാരണം താരെ സമീൻ പർ എന്ന് പറയുന്നത് ഒരു ഡിസ്ലെക്സിയെ ബാധിച്ച ഒരു പയ്യനും അവൻ്റെ സാറും അതുപോലെ അവൻ്റെ പേരൻസും തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്റ്റും, ഒരു പക്ക ഇമോഷണൽ ആയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എവർ മെയ്ഡ് ഇൻ ബോളിവുഡ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫിലിമായിരുന്നു താരെ സമീൻ പർ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു ഫിലിമിലും ഏകദേശം ഒരു ബാസ്കറ്റ്ബോൾ കോച്ചും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു 10 സ്റ്റുഡൻസ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള 10 പ്ലെയേഴ്സും അല്ലെങ്കിൽ 10 കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ടും അവരുടെ റിലേഷൻഷിപ്പും അവരുടെ ഒരു ഡെയിലിയുള്ള കാര്യങ്ങളും ഒക്കെ ചേർന്നിട്ട് പറയുന്ന ഒരു സ്പോർട്സ് ഡ്രാമ കോമഡി സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫിലിമാണ് ഈ ഒരു സിതാരെ സമീൻ പർ എന്ന് പറയുന്നത്. അതായത് നക്ഷത്രങ്ങൾ, ഭൂമിയിലെ നക്ഷത്രങ്ങൾ എന്നാണ് അതിന് അർത്ഥം വയ്ക്കുന്നത്. വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. ഇത് തിരക്കഥ എഴുതിയിരിക്കുന്നത് ദിവ്യനിധി ശർമ്മയാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അമീർ ഖാനും അതുപോലെ അപർണ പുരോഹിതും ചേർന്നിട്ടാണ്. പിന്നെ ഇതിൽ അമീർ ഖാനെ കൂടാതെ ജെനീലിയ ഡിസൂസ, പിന്നെ ഒരു 10 പേരുണ്ട്. നമ്മളെ മലയാളത്തിൽ നിന്ന് ഒരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പടത്തിൻ്റെ പേര് ഞാൻ മറന്നു. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയിച്ച ഒരു ആക്ഷൻ ഫിലിം ഉണ്ടായിരുന്നു, ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമയിൽ ഈ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ഡിസബിലിറ്റി, അതായത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്. അദ്ദേഹത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ബാസ്കറ്റ്ബോൾ കളിക്കുന്ന 10 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഈ ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ഈ പയ്യനാണ്. വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത് ഇവരെ കൂടാതെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുപാട് താരങ്ങൾ ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഹിന്ദി സിനിമകളിൽ, അതായത് റീസെൻ്റായിട്ട് ഇറങ്ങിയ ഹിന്ദി സിനിമകളെല്ലാം ബോറം പടങ്ങളായിരുന്നു. നമ്മുടെ എല്ലാം ഒരുമാതിരി ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിംസും അല്ലെങ്കിൽ രാഷ്ട്രസ്നേഹം കാണിക്കുന്ന പാട്രിയോട്ടിസം തുളുമ്പുന്ന സിനിമകൾ മാത്രമാണ് കൂടുതലും ഹിന്ദിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അതും എല്ലാം ചവറ് പടങ്ങളായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു പടത്തിന് ട്രെയിലർ ഉണ്ട്. അപ്പം അമീർ ഖാൻ്റെ ഒരു സ്ഥിരം ഒരു കംഫർട്ട് സോണുണ്ട്. അതായത് PK, 3 ഇഡിയറ്റ്സ് ഇത്തരത്തിലുള്ള സിനിമകളാണ് അമീർ ഖാൻ്റെ കംഫർട്ട് സോണിൽ വരുന്നത്. അദ്ദേഹത്തിന് ആക്ഷൻ അല്ല അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സിനിമകളാണ്. വളരെ അഭിനയ സാധ്യതയുള്ളതും എന്നാൽ കോമിക്കലും അതുപോലെ കുറച്ച് ഫാമിലി ഇമോഷൻസും ഒക്കെ ഉള്ള തരത്തിലുള്ള സിനിമകളാണ് കൂടുതലും ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് സോൺ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അതേ സ്ട്രോങ് സോൺ കണ്ട ഒരു ട്രെയിലറായിരുന്നു ഈ ഒരു ഫിലിമിൻ്റെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ. ട്രെയിലറിൽ പറഞ്ഞ കഥ തന്നെയാണ് ഈ ഫിലിമിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വന്നപ്പോഴത്തേക്ക് ഒറ്റ ഷോയേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ ആ ഒരു ഷോയ്ക്ക് തന്നെ ടിക്കറ്റ് കിട്ടി. കുറച്ച് കഷ്ടപ്പെട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. കാരണം അവസാനം ഞാൻ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 1-2 സീറ്റ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഒരു വിധത്തിൽ സീറ്റ് കിട്ടി. ഹൗസ്ഫുള്ളായിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു ബോളിവുഡ് സിനിമ ഫുൾ ഹൗസിലിരുന്ന് കാണുന്നത്. ഇതിന് മുന്നേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഫിലിം എന്ന് പറയുന്നത് നമ്മുടെ ജവാൻ, ഷാറുഖ് ഖാൻ്റെ ജവാനായിരുന്നു.
അപ്പം അതും കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ കണ്ടുപോയൊരു പടമായിരുന്നു ജവാൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം കുറേ സിനിമകൾ ബോളിവുഡിൽ നിന്ന് വന്നു, ഇവിടെ തിയേറ്ററുകൾക്ക് റിലീസ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമകൾ ആദ്യം കാണണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അഭിപ്രായം അറിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് അഭിപ്രായം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പോകാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതാവുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സിനിമകളായിരുന്നു റീസെൻ്റായിട്ട് വന്നിട്ടുള്ളതെല്ലാം. പക്ഷേ ഇത് കാണണമെന്ന് ഉറപ്പിച്ച് തന്നെ തിയേറ്ററിൽ പോയി കണ്ടു. അടിപൊളി പടം, കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഒരു 10 ഡിസബിലിറ്റിയുള്ള പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും കുറേ ഇമോഷണൽ സീൻസും ഒരുപാട് ഇമോഷണൽ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഓരോ ഇമോഷണൽ സീൻസ് ഉണ്ടെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണൽ സീൻ കണക്ട് ചെയ്യുമെങ്കിലും ആ ഒരു സീൻ കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു കോമഡി സീനായിരിക്കും, നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കോമഡി സീനായിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നത്. ഈ ഒരു ഫിലിമിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ തിരക്കഥയാണ്. കാരണം ഇത്രയും ഇതുണ്ടെങ്കിലും ഒരു അനാവശ്യമായിട്ടുള്ള ഡബിൾ മീനിങ് ഡയലോഗ്സോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കോമഡിയോ, എല്ലാം സിറ്റുവേഷണൽ കോമഡിയാണ് അവർ പിടിച്ചിരിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരു കോമഡി സീൻസ് ഇല്ല, അനാവശ്യമായിട്ടുള്ള ഒരു സീൻസ് ഒരു എങ്ങും തിരികെ കെട്ടിയിട്ടില്ല. ഒരു ഐറ്റം നമ്പറോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടുന്ന ഒരു സാധനങ്ങളും ചേർക്കാത്തൊരു പെർഫെക്റ്റായിട്ട് എഴുതിയിട്ടുള്ള ഒരു തിരക്കഥ വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആമിർ ഖാൻ ആസ് യൂഷ്വൽ വാസ് ഇൻ സ്ട്രോങ് സോൺ. പുള്ളി അദ്ദേഹത്തിൻ്റെ സ്ട്രോങ് സോണിലാണ് പുള്ളി ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളി. ഇതിൻ്റെ കൂടെ 10 പിള്ളേരുണ്ട്. ആക്ച്വലി ഇവർ ഈ ഫിലിമിൽ ഒരു 10 പിള്ളേർ, ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള 10 പിള്ളേർ അവർ ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. അവർ 10 പേരും ഒന്നിനൊന്നിനും മെച്ചമാണ് കേട്ടോ. എല്ലാവരും കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവർ. എന്താ പറയുക, ദേ ഡിസേർവ് എ പ്രൈസ്. കാരണം എന്താണ് നോർമൽ എന്ന് നമ്മൾ അവരെ കാണുമ്പം അവർക്ക് ഡിസബിലിറ്റി ഉണ്ട്, നമ്മൾ അവരെ അകറ്റി നിർത്തണം അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് മാറ്റി നിർത്തുമ്പം ഇതിൽ കാണിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവരെ കാണിക്കുന്നത്. കാരണം അവർക്ക് ഒരു നോർമലുണ്ട്, അവരുടെ നോർമൽ അതാണ്, അതിനനുസരിച്ച് അവർ ജീവിക്കുന്നു, അവർ ജോലി എടുത്ത് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു തിരക്കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരിക്കലും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യരുത് ഈ ഒരു ഫിലിം. വളരെ എന്താണ് അധികം വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്ന ഫിലിമായിട്ട് കൂടി വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് ഭയങ്കരമായിട്ട് കയറി നല്ല രീതിയിൽ തിയേറ്ററിൽ ആൾക്കാരെ കൂട്ടാൻ ഈ ഒരു ഫിലിമിന് കഴിയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഹിന്ദിയിൽ ഇറങ്ങിയ ഏറ്റവും വലിയ ഹിറ്റാവാൻ ചാൻസ് ഉള്ളൊരു ഫിലിമാണ്. അത് സ്ലോലി ഓഡിയൻസ് ഒരുപാട് പേര് ഈ ഫിലിം കാണാൻ കയറും. ഫാമിലിയായിട്ട് നിങ്ങളും ഫാമിലിയായിട്ട് അടുത്ത് ഈ സിനിമ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ ഒരു ഫിലിം പോയി കാണുക. അടിപൊളി പടമാണ്. പാട്ടുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പാട്ടുകളാണ്, പക്ഷേ എനിക്ക് കഥ ഭയങ്കരമായിട്ട് നമ്മളെ ഹുക്ക് ചെയ്യും. എൻഡിങ്ങൊക്കെ വളരെ മനോഹരമായിട്ടാണ് എൻഡിങ് എടുത്തിരിക്കുന്നത്. ഇത് സ്പോർട്സ് എന്നുള്ളതിനെ ഒരു സ്പോർട്സ് ഡ്രാമ എന്ന വിഭാഗത്തിൽപ്പെടുത്താതെ ഒരു കോമിക്കൽ എൻ്റർടൈനറായിട്ട് പടം കാണാൻ പറ്റുമെങ്കിൽ കിടിലമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഫിലിമാണ് സിതാരെ സമീൻ പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.